സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ മാറുകയാണ്. അതിൻ്റെ ചുവട് പിടിച്ച് മലയാള സിനിമ ഇങ്ങനെ പതിയെ പതിയെ മാറുന്നു. പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു പടമുണ്ട്. അതിന്നും എൻ്റെയൊക്കെ മനസ്സിലൊരു അത്ഭുതമായിട്ട് നിൽക്കുകയാണ് ദൃശ്യം. എൻ്റെ മനസ്സിൽ മാത്രമല്ല, ഓരോ മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും ഇനി അങ്ങോട്ട് എന്നും അതൊരു അത്ഭുതമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് കാരണമുണ്ട് കേട്ടോ. കാര്യം മലയാള സിനിമയെയും ലാലേട്ടൻ്റെ കരിയറിനെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ദൃശ്യത്തിന് മുൻപും ദൃശ്യത്തിന് ശേഷവും. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല വുഡുകൾ മീൻസ് ബോളിവുഡ്, ടോളിവുഡ്, കോളിവുഡ് ഇവരൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽ സിനിമകൾ വളരെ സക്സസ് ആക്കുമ്പോഴും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻസ് ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് 50 കോടി, 100 കോടി, 150 കോടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും നമ്മൾ ആ ലീഗിലേക്ക് കയറിയിട്ടില്ല. നമ്മളിവിടെ ഒരു സിനിമയുടെ വിജയം തീരുമാനിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും ഒരു സിനിമ എത്ര ദിവസം തിയേറ്ററിൽ ഓടി എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നമ്പേഴ്സ് അടിസ്ഥാനത്തിലാക്കിയിട്ടായിരുന്നു. ആ ലീഗിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാൻ പറ്റിയത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലൂടെ മാത്രമാണ്. 50 കോടി എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് മലയാള സിനിമയെ കൊണ്ടെത്തിച്ചു ദൃശ്യം. ഇത് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയ മാറ്റം